സ്വാഭാവികമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഏറ്റവും അഭിമാനമുള്ള ആളുകളാണ്. അങ്ങനെ തന്നെയാണ് ജീവിക്കുക. ഇനിയും നമ്മളൊക്കെ ജോലി ചെയ്ത് ജീവിക്കേണ്ട ആളുകൾ തന്നെയാണ്. വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായി, അത് ആർക്കും തിരികെ ശരിയാക്കാനൊന്നും പറ്റില്ല എങ്കിൽ പോലും ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ സത്യം അറിയുന്നു എന്നുള്ളത് ഒരു ആശ്വാസം നൽകുന്നുണ്ടോ? ആശ്വാസമാണ് സാർ. എല്ലാ ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഞാനത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എല്ലാവരും സകല ജനങ്ങളും ഞാനത് ആ തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ട്, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഭർത്താവിൻ്റെ കൂടെ വീട്ടിൽ പോയി അതിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ പരാതികൾ, അതായത് നേരിട്ടതൊരു വലിയ അനീതിയാണ്, ആ അനീതിക്കെതിരെ പരാതി കൊടുക്കാനൊക്കെ എപ്പോഴാണ് തീരുമാനിക്കുന്നത്? ഞാനിവിടെ വന്നിട്ട് പിന്നെ 3-5 ദിവസം വെളിയിലൊന്നും ഇറങ്ങില്ല. മാനസികമായിട്ടുള്ള ഒരു ഇതിൽ വെളിയൊന്നും ഇറങ്ങില്ല. എൻ്റെ സങ്കടം കൊണ്ടുകൊണ്ട് എൻ്റെ വക്കീൽ ഓടി വരികയും ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ഓടി വരികയും ചേച്ചി നമുക്ക് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ വക്കീൽ തന്നെ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും എന്നെ കാണാൻ വരെയും ഒക്കെ വഞ്ചൂർ കോടതിയിലാണ്. വഞ്ചൂരാണ് ഞാൻ കേസ് കൊടുക്കാണ്ടിരിക്കുന്നത്. ഇനി ഓമനാടാനിൻ്റെ പേരിലാണ് സാർ കേസ് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഈ കേസ് കൊടുത്തു, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനെയും പട്ടികജാതി കമ്മീഷനെയും ഒക്കെ സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെയൊക്കെ പോയപ്പോഴുള്ള അനുഭവം എന്താണ്? പട്ടികജാതി കമ്മീഷൻ ഓഫീസിൽ പോയപ്പോൾ നല്ല സ്നേഹമുള്ള സാറായിരുന്നു. നല്ല ചിരിച്ചുകൊണ്ട് സംസാരിച്ച് വക്കീലിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. വക്കീൽ പറഞ്ഞ് ഞാനൊരു അഡ്വക്കേറ്റാണ്. എല്ലാ വക്കീലിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും ചോദിച്ചറിഞ്ഞു. എൻ്റെ കൂടെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയെടുത്തും കാര്യങ്ങളെല്ലാം വിളിച്ച് ചോദിച്ചു. സാറ് പറഞ്ഞു ഉടനെ തന്നെ ഇതിന് ഉത്തരവിട്ട് കേസ് നമ്മൾ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആശ്വാസം കടപ്പെടേണ്ട നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. DGP ഓഫീസ് വന്നപ്പോഴും സാറ് നല്ല പരാതിയൊക്കെ വായിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് നീതി കിട്ടും. നല്ല നമ്മൾ കൊടുത്ത പേപ്പർ അവിടെ നിന്ന് വായിച്ചു. കാര്യങ്ങളെല്ലാം ഇത് ഉടനെ തന്നെ ഉടനെ ചിലപ്പോൾ ഇന്ന് തന്നെ അന്വേഷണം ഉത്തരവിടും, ഇതും വിഷമിക്കേണ്ട എന്നൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇച്ചിരി നേരം നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടാണ് ധാരാളം ചോദിച്ചു. ഞാൻ പറഞ്ഞ വക്കീലാണ്, വക്കീലുമായി പരിചയപ്പെട്ട് വക്കീലിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ാണ് നമ്മളിഞ്ഞ് വെളിയിലിറങ്ങിയത് സാർ. അതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നമ്മൾ പോകും. അവിടെ 3 മണിക്കാണ് പാസ് എന്ന് പറഞ്ഞ് ഈ വക്കീലും ഞാനും എൻ്റെ ചേച്ചിയും കൂടി അവിടെ പോകുന്നതും ഈ ശശി എന്ന് പറഞ്ഞ ആളിനെ കാണാൻ ചെല്ലുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയ കാര്യം പറയുന്നല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ ഉള്ള ഒരു അനുഭവം എന്താണ്, അതൊന്ന് പറയാമോ? മുഖ്യമന്ത്രി ഓഫീസിൽ ഞാനും വക്കീലും കൂടെയാണ് പോകുന്നത്. അവിടെ ചെന്ന് ഒരു 5-10 മിനിറ്റ് ഇരുന്നപ്പോൾ നമ്മളെ വിളിച്ചു. നമ്മൾ ചെന്ന് എന്താണ് കേസെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഒരു മാല മോഷണങ്ങളുടെ കേസാണ്. നമ്മൾ കൊടുത്ത പേപ്പറും വായിച്ചൊന്നും നോക്കിയില്ല. അവിടെ വെച്ചിട്ട് ചോദിച്ചു എന്താണ്. ഞാൻ പറഞ്ഞു സാർ ഒരു മാല മോഷണമേ കള്ള കേസാണ്. ഈ മാല കാണാതെ പോയാൽ അവർ പരാതിപ്പെടും, പോലീസ് പിടിക്കും, കോടതിയിൽ പോവും. പക്ഷേ കോടതിയിൽ പോയി അന്വേഷിക്കണം എന്നായിരിക്കാം ശശി എന്ന് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പി ശശിയെയാണല്ലോ കണ്ടത്. വക്കീൽ പറഞ്ഞനുസരിച്ച് പി ശശി ഈ പരാതി വായിച്ചു നോക്കി പോലും ഇല്ല. പരാതി പറഞ്ഞോ പി ശശിയോട്? എന്താ അപ്പോ പരാതി പറഞ്ഞപ്പോ തിരിച്ചു പറഞ്ഞത്? ഇല്ല, വായിച്ചു ശരി എന്ന് പറഞ്ഞു. അല്ല, പരാതി നോക്കിയില്ല, കൊടുത്ത് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. പരാതി വായിച്ചില്ല. നമ്മളിരിക്കുന്ന സമയത്ത് പരാതി വായിച്ചില്ലായിരുന്നു. പരാതി വായിച്ചിട്ടില്ലായിരുന്നു. അങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞത് കേട്ടു. അതെ, അല്ല, ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നം വന്നാൽ സമീപിക്കേണ്ട ഏറ്റവും ഉയർന്ന ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരമന്ത്രിയും. പോലീസിനെ ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിയോട് ഈ കാര്യം പരാതി പറയാൻ ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ശശി. അവിടെ നിന്ന് ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണോ ഉണ്ടായത്? എന്താണ് തോന്നുന്നത്? ആശ്വാസം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ ഇത് വായിച്ചു നോക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇവിടെ 2 സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴും അവർ വായിക്കുകയും ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തിരിച്ച്
വക്കീലിനോട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഇതുകൊണ്ട് കൊടുത്തപ്പോൾ ഈ സാർ ഒന്നും നോക്കാതെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇത്ര കാര്യം പറഞ്ഞു വക്കീൽ പോവാന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ ഇറങ്ങി അവിടെ ഉടനെ റൂമിൽ നമ്മളിഞ്ഞ് പുറത്തു വന്നു. അല്ല, അപ്പോൾ ഈ പോലീസുകാർ എന്നോട് ചെയ്തത് ഇതൊക്കെയാണ്, ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് വാക്കാൽ പറഞ്ഞോ? അവിടെ പറഞ്ഞോ? ശശിയോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല സാർ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുള്ള സമയം ഉണ്ടായിരുന്നു. ഞാൻ വക്കീൽ കഴിഞ്ഞ് വെളിയിലിറങ്ങി, ഇത്രേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എത്ര സമയം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആൾക്കാരെ കാണാമെന്നിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഓക്കെ, ഇതിപ്പോ ഈ വാർത്ത വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കാനും അതുപോലെ തന്നെ കൂടെ ഉണ്ട് എന്ന് പറയാനും ഒക്കെ ബന്ധപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ഒരു നാടിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ട്, നീതി കിട്ടും എന്ന പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. സംഘടനക്കാരും പാർട്ടിക്കാരും ഇല്ല, ഒത്തിരി പേര് ഇത് ഈ ചാനലിൽ കൊടുത്ത അന്ന് തൊട്ട് എന്താ ഈ സമയം വരെ എൻ്റെ വീട്ടിൽ ആളിന് ഒരു കുറവുമില്ല സാർ. എല്ലാവരും, നാട്ടുകാരായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും പാർട്ടിക്കാരായിരുന്നാലും സംഘടനക്കാരനും എല്ലാവരും അന്നോട്ട് എൻ്റെ വീട്ടിൽ ആളിന് ഒരു കുറവുമില്ല സാർ. എനിക്ക് പിന്തുണയുമായി ഇഷ്ടംപോലെ ആൾക്കാർ, കൂടുതലും വരുന്ന ചാനൽ വരാം. അതെ, ഇപ്പം ഈ ആദ്യത്തെ 4-5 ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു വലിയ വിഷമമൊക്കെ ഉണ്ടായി കാണുമായിരുന്നല്ലോ. അതൊക്കെ മാറി ഇപ്പോ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ യാതൊരു തെറ്റും ചെയ്യാത്ത അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്, എന്നെ എല്ലാവരും മനസ്സിലാക്കുന്നു, എൻ്റെ ഒപ്പം എല്ലാവരും ഉണ്ട് എന്നൊരു സന്തോഷം, ഒരു ആത്മവിശ്വാസം ഇപ്പോഴുണ്ടോ? സന്തോഷമുണ്ട്. എന്തൊരു കാര്യം വന്നാലും ഞാൻ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും. ആടെ എന്തൊരു എന്നെ പറഞ്ഞാലും ഞാൻ തിരിച്ച് പറയാം, അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയത്തില്ല, ആരും ഒന്നും പറയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും ഞാൻ തിരിച്ച് പ്രതികരിക്കും. വേറെ എവിടെ നിന്നെങ്കിലും വിളിച്ച് എന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ എല്ലാവരെയും ഞാൻ അറിയിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ധൈര്യമായിട്ടിരിക്കുക, നിയമ പോരാട്ടം തുടരുക. ഒരു വലിയ മനുഷ്യാവകാശ ലംഘനത്തെയാണ് താങ്കൾ നേരിട്ടത്. ആ മനുഷ്യാവകാശ ലംഘനത്തെ എതിർക്കാൻ, അതിൽ നീതി ഉറപ്പാക്കാൻ, ആ അനീതി ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടാൻ ഉള്ള ഉത്തരവാദിത്വം എല്ലാ മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട്. നന്ദി ഇത്രയും നേരം സംസാരിച്ചതിന്. കുറേ നേരം ഈ ചോദ്യം ചോദിച്ച് വിഷമിപ്പിച്ചതിൽ ഞാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. കുഴപ്പമില്ല സാർ.